Good evening, everyone. How are you all? Yes. So let's start today's class. Okay. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും ബേസിക് സ്ട്രക്ചേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വി ആർ ഗോണ ടോക്ക് അബൌട്ട് വെരി ബേസിക് ആം, ഈസ്, ആർ, വാസ്, വെയർ എന്ന ഈ ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. Are you all ready? Louder? Yes, very good. Okay. So നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് ഒരു സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൽ എന്താണ് വേണ്ടത്? ആദ്യം ആ സെന്റൻസിൽ നമ്മൾ സബ്ജക്റ്റ്, ആരെ കുറിച്ചാണോ ഈ സെന്റൻസ് ഉണ്ടാക്കുന്നത് അവരെ പരാമർശിക്കുക. ഓക്കെ, അതിനുശേഷം ഇത് ഏത് കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നതെന്ന് പറയാം. പ്രസന്റ് ടെൻസ് ആണോ, പാസ്റ്റ് ടെൻസ് ആണോ, അല്ലെങ്കിൽ ഫ്യൂച്ചർ ആണോ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി കൊടുക്കാം. സോ രണ്ടാമത് മനസ്സിലാക്കിക്കണം. ഓൺലി ദീസ് ടു തിങ്സ് ആർ ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആ ബേസിക് ആയിട്ട് ഇംഗ്ലീഷിൽ സെന്റൻസ് ഉണ്ടാക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഒന്ന്, മെൻഷൻ ദ സബ്ജക്ട്. രണ്ട്, ടെൻസ് പറയാം. ഓക്കെ, നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ലെറ്റ്സ് ലുക്ക് അറ്റ് ഫ്യൂ എക്സാമ്പിൾസ്. ഓക്കെ, ഹി ഈസ് ഹാപ്പി ടുഡേ. എന്താണ്? അവൻ ഇന്ന് സന്തോഷവാനാണ്. ഇതിൽ ആദ്യം നമ്മൾ എന്താണ് പറഞ്ഞത്? ഹി, അല്ലെ? അതാണ് സബ്ജക്റ്റ്. നമ്മൾ സബ്ജക്റ്റ് പറഞ്ഞു ആദ്യം. രണ്ടാമത് നമ്മൾ എന്താണ് പറഞ്ഞത്? ഈസ് ആണ് പറഞ്ഞത്. ഈസ് നമുക്ക് എന്ത് പറഞ്ഞു തരുന്നു? യെസ്, ടെൻസ് പറഞ്ഞിരുന്നു. വെരി ഗുഡ് ഷബാൻ, വെരി ഗുഡ്. നമുക്ക് ടെൻസ് പറഞ്ഞിരുന്നു. ഇത് ഏത് കാലഘട്ടത്തിലാണ് ഈ കാര്യം നടക്കുന്നത്, അല്ലെ? അവന് ഇന്ന് ഹാപ്പിയാണ്. ഓക്കെ, നാളത്തെ കാര്യം എനിക്കറിയത്തില്ല. ഓക്കെ, സോ രണ്ടാമത്തെ സെന്റൻസ് നോക്കൂ. ഹി വാസ് സാഡ് യെസ്റ്റർഡേ. അവൻ ഇന്നലെ ദുഃഖിതനായിരുന്നു. ആദ്യം സബ്ജക്റ്റ് പറഞ്ഞു തരുന്നു നമുക്ക്, അല്ലെ? എന്താണ്? ആരാണ് ദുഃഖിതനായിരുന്നത്? ഈ കഥയുടെ സ്റ്റോറിയുടെ ഹീറോ ആരാണ്? രണ്ടാമത് നമുക്ക് എന്താണ് പറഞ്ഞു തരുന്നത്? വാസാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ വാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാസ്റ്റ് ടെൻസ്, അല്ലെ? റിഷാൻ, വെരി ഗുഡ്. അപ്പോൾ നമ്മൾ രണ്ടാമത് ടെൻസ് പറഞ്ഞു. സോ ലെറ്റ്സ് ക്രിയേറ്റ് സെന്റൻസസ് ലൈക്ക് ദിസ്. ഇതുപോലെ നമുക്ക് സെന്റൻസസ് ഉണ്ടാക്കാം. ഓക്കെ, ഞാൻ ഒരു അധ്യാപകനാണ്. എങ്ങനെ പറയാം? യെസ്, ഐ ആം എ ടീച്ചർ. ഞാനൊരു അധ്യാപകനാണ്. ആദ്യം നമ്മൾ എന്ത് പറഞ്ഞു? ആരാണ് ഇതില് ഹീറോ? ഐ, ഞാൻ. രണ്ടാമത് ടെൻസ് പറഞ്ഞു. ഇപ്പോൾ അധ്യാപകനായിരുന്നു എന്നാണോ? അല്ല, അധ്യാപകനാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് വന്നത്? ആം വന്നത്. സോ ആം ഏത് കാലഘട്ടത്തിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? വർത്തമാന കാലഘട്ടത്തിൽ, സിംഗുലർ, ഒരു വ്യക്തി മാത്രം ഉണ്ടാകുമ്പോൾ. ബട്ട് വി നോ ദാറ്റ് ഐ ഈസ് ഓൾവേസ് accompanied by am in the present tense, അല്ലെ? when there is no action. Okay, next, അയാൾ ഒരു ഡോക്ടർ ആണ്. യെസ്, he is a doctor. ആദ്യം നമ്മൾ സബ്ജക്റ്റ് പറഞ്ഞു, രണ്ടാമത് നമ്മൾ ടെൻസ് പറഞ്ഞു. ഡോക്ടർ ആണ്, ആയിരുന്നു എന്നല്ല. എന്താ പറഞ്ഞത്? ആണ്. ഓക്കെ, അടുത്തത് ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഡിസ്ക്രിപ്ഷൻ. വർത്തമാനകാലം, പ്രസന്റ് ടെൻസിൽ സിംഗുലർ ആണെന്ന് കാണിക്കാൻ ഹി, ഷീ, ഇറ്റ്, ഇതിന്റെ ഒക്കെ കൂടെ എന്താണ് വരുന്നത്? ഈസ് ആണ് വരുന്നത്. നെക്സ്റ്റ്, അവർ എഞ്ചിനീയർമാരാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഐ ഹാവ് വെരി സ്മാർട്ട് സ്റ്റുഡൻസ്. ദേ ആർ എഞ്ചിനീയേഴ്സ്. അവര് എഞ്ചിനീയർമാർ ആണ്. ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് ആർ ഉപയോഗിച്ചത്? കുറെ ആൾക്കാർ. അതിനെന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? പ്ലൂറൽ, അല്ലെ? വർത്തമാനകാലത്ത് പ്ലൂറൽ സബ്ജക്ട്സ് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ആർ. ദേ, വി, യു, അല്ലെ? യു ഒരാളെ കുറിച്ചാണെങ്കിലും ഒന്നിലധികമാണെങ്കിലും നമ്മൾ എന്താ പറയാ? ആറാണ് പറയാ. യു ഇസ് ഓൾവേസ് പ്ലൂറൽ. ഐ അങ്ങനല്ല. ഐ ചില സമയത്ത് പ്ലൂറൽ ആവും, ചില സമയത്ത് സിംഗുലർ ആവും. അതിൻ്റെ കൂടെ വാസ് വരും. പക്ഷെ ബാക്കി എല്ലാ സ്ഥലത്തും ഐ ഹാവ് ആണ്, അല്ലെ? ഐ പ്ലൂറൽ ആയിട്ടാണ് കരുതുക. ഓക്കെ, എനിവേസ് വി വിൽ ഡിസ്കസ് അബൌട്ട് ദാറ്റ് ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്സസ്. സോ യു ഒരു സ്പെഷ്യൽ കേസ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അല്ലെ? നെക്സ്റ്റ്, ആം, ഈസ്, ആർ. ഇതിന്റെ അർത്ഥം എന്താണ്? ആണ്. അവർ വീട്ടിലാണ്. അവർ സന്തുഷ്ടരാണ്. അവൻ ഇന്ന് അവധിയിലാണ്. സോ നമ്മൾ എപ്പോഴാണ് ആണ്, ആകുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ആം, ഈസ്, ആർ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ബീന്റെ ഫോംസ് ആണ്, വിച്ച് വി വിൽ ലേൺ അബൌട്ട് ഇറ്റ് ഇൻ അവർ അഡ്വാൻസ്ഡ് ക്ലാസ്സസ്. ഓക്കെ, നമ്മൾ ഇനി എപ്പോഴൊക്കെയാണ് ഈ ആം, ഈസ്, ആർ ഉപയോഗിക്കേണ്ടത്?
നമ്മൾ മലയാളത്തിൽ മാത്രം മനസ്സിലാക്കിയാൽ പോരല്ലോ. നമ്മൾ എപ്പോഴും ഇംഗ്ലീഷിൽ സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ ആണ് ഇന്ന് അവിടെ വന്നു, അതുകൊണ്ട് നമുക്ക് ആം ഉപയോഗിക്കാം, ഈസ് ഉപയോഗിക്കാം ചിന്തിച്ചുകൂടാലോ. ഏത് അവസരത്തിലാണ് നമ്മൾ ഈ ആം ഈസ് ആർ ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ മനസ്സിലാക്കാം. ഓക്കെ, ഓൾറൈറ്റ്. ടു ടോക്ക് അബൌട്ട് പ്രൊഫഷൻ. പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളുടെ ജോലി അല്ലെ, ബിസിനസ്, എഞ്ചിനീയർ, അങ്ങനെ ഡോക്ടർ. ഒരാളുടെ പ്രൊഫഷനെ കുറിച്ച് പറയാൻ വേണ്ടി നമ്മൾ ഏത് ടെൻസ് ഉപയോഗിക്കും? ഐ മീൻ എന്താണ് ഉപയോഗിക്കുക? ആം ഈസ് ആർ ഉപയോഗിക്കും. ഓക്കെ, ലെറ്റ്സ് ലുക്ക് അറ്റ് ഫ്യൂ എക്സാമ്പിൾസ്. ഓക്കെ, ഞാൻ ഒരു ദന്ത രോഗ വിദഗ്ധനാണ്. ഹൗ ടു സേ ദാറ്റ്? Where you went last time? Dentist. I am a dentist. നീ മിനിയാന്ന് പോയില്ലേ അവിടെ? You went to the dentist last time, right? Yes. So I am a dentist. ഇത് എന്താണ് നമ്മൾ ഇവിടെ പറഞ്ഞത്? ഒരാളുടെ പ്രൊഫഷനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ? ഞാനൊരു ഡെന്റിസ്റ്റ് ആണ്. അപ്പൊ നമ്മളുടെ പ്രൊഫഷനെ കുറിച്ച്, മറ്റൊരാളുടെ പ്രൊഫഷനെ കുറിച്ചൊക്കെ പ്രസന്റ് ടെൻസിൽ പറയാൻ, ഇപ്പോൾ അയാൾ ഒരു ഡെന്റിസ്റ്റ് ആണെങ്കിൽ നമ്മൾക്ക് ഈ രീതിയിൽ പറയാം, ആം ഉപയോഗിച്ച് പറയാം അല്ലെ. ഹി ആണെങ്കിൽ എന്ത് വരും? ഈസ് വരും. ദേ ആണെങ്കിൽ എന്ത് വരും? ആർ വരും. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അവൾ ഒരു എഞ്ചിനീയർ ആണ്. ഷീ ഈസ് ആൻ എഞ്ചിനീയർ. ഷീ ഈസ് ആൻ എഞ്ചിനീയർ. അപ്പോ അവളുടെ എന്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്? പ്രൊഫഷനെ കുറിച്ചിട്ട്. അപ്പൊ ഒരാളുടെ ജോലിയെ കുറിച്ച് പറയാൻ നമ്മൾ എന്താണ് ഉപയോഗിക്കുക? നമുക്ക് ആം, ഈസ്, ആർ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, പാസ്റ്റ് ആണെങ്കിൽ നമ്മൾ വാസും വേറൊക്കെ ഉപയോഗിക്കും, വിച്ച് വി വിൽ ലേൺ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അവർ ഡ്രൈവർമാരാണ്. വെരി ഗുഡ്, ദേ ആർ ഡ്രൈവേഴ്സ്. പ്രൊഫഷൻ, ഡ്രൈവിംഗ് ഇസ് എ പ്രൊഫഷൻ അല്ലെ? വി ഓൾ ലവ് ഡ്രൈവിംഗ് അല്ലെ? യെസ്. നെക്സ്റ്റ്, ഞങ്ങൾ ഡ്രൈവർമാരാണ്. വി ആർ ഡ്രൈവേഴ്സ്. എക്സലന്റ്, എക്സലന്റ്. ഓക്കെ, അവർ സൂപ്പർവൈസർമാരാണ്. ദേ ആർ സൂപ്പർവൈസേഴ്സ്. അപ്പൊ നമ്മൾ ഒരാളുടെ പ്രൊഫഷനെ കുറിച്ച് പറയാണ് അല്ലെ? പ്രസന്റ് ആയിട്ടുള്ള ഒന്നിലധികം ആൾക്കാരുടെ പ്രൊഫഷനെ കുറിച്ച് പറയാണ്. ഇനി നമുക്ക് ആം ഈസ് ആർ ഉപയോഗിക്കുന്നത് ഇമോഷനെ കുറിച്ച് പറയാം. ഇമോഷൻസ്, സന്തോഷം, ദുഃഖം, നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. ഓക്കെ, നെക്സ്റ്റ്, ഇന്ന് ഞാൻ സന്തോഷവാനാണ്. എങ്ങനെ പറയാം? ഐ ആം ഹാപ്പി ടുഡേ. ഇത് നമ്മളെ ഇമോഷൻ ആണ്. അപ്പൊ ഇമോഷനെ കുറിച്ച് പറയാൻ, പ്രസന്റിൽ നമ്മളെ ഇമോഷനെ കുറിച്ച് പറയാൻ നമുക്ക് ആം ഈസ് ആർ ഉപയോഗിക്കാം. ഐ ആം ഹാപ്പി ടുഡേ. അവൻ ഇന്ന് ദുഃഖിതനാണ്. പറഞ്ഞോളൂ. ഹി ഈസ് സാഡ് ടുഡേ. അവന്റെ ഇമോഷനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ? ആരെ ഇമോഷനെ കുറിച്ചാണ്? അവന്റെ. അതുകൊണ്ടാണ് ആമിന് പകരം ഇവിടെ എന്ത് വന്നു? ഈസ് വന്നു. എന്തുകൊണ്ടാണ് അവൻ ഇന്ന് സാഡ് ആയെന്ന് അറിയോ? നമ്മൾ ഇന്ന് സന്തോഷമായോണ്ട്. സം പീപ്പിൾ ആർ ലൈക്ക് ദാറ്റ്. നെക്സ്റ്റ്, അവർ ഇപ്പോൾ പേടിച്ചിരിക്കുന്നു. യെസ്, ദേ ആർ സ്കേർഡ് നൗ. പേടി ഒരു ഇമോഷൻ ആണല്ലോ അല്ലെ? അപ്പൊ ഇമോഷനെ കുറിച്ച് പറയാൻ നമുക്ക് ഒന്നെങ്കിൽ ആം, ഈസ്, ആർ ഒക്കെ ഉപയോഗിക്കാം. പ്രസന്റ് ഇമോഷനെ കുറിച്ച് പറയാൻ. ഇന്ന് ടീച്ചർ ദേഷ്യത്തിലാണ്. യെസ്, എന്താണ്? ദ ടീച്ചർ ഈസ് ആംഗ്രി ടുഡേ. ഞാൻ നിങ്ങളോട് ഒരിക്കലും ദേഷ്യപ്പെടാറില്ലല്ലോ അല്ലെ? റൈറ്റ്? സത്യമല്ലേ? ഹാവ് ഐ എവർ ഗോട്ടൻ ആംഗ്രി ഓൺ യു? നോ. കറക്റ്റ്, കറക്റ്റ് ആൻസർ. യെസ്. അവർ ആവേശത്തിലാണ്. ആവേശത്തിന് എന്താ പറയാ? They are excited. എന്താണ് പറയാ? Excited. They are excited. No. Next. അടുത്തതായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ആം, ഈസ്, ആർ എവിടെയാണ്? ഫിസിക്കൽ സ്റ്റേറ്റിനെ കുറിച്ച് പറയാം. Okay. Let's look at few examples and you will understand. Okay. എനിക്ക് വിശക്കുന്നു. Shaban, very good. Shaban is on a roll today. Very good. Asim. Okay, sorry. Okay. I am
ഹംഗ്രി. ഞങ്ങൾക്കിപ്പോ എന്ത് വിശക്കുന്നു. ഓക്കെ, അപ്പൊ അതൊരു ഫിസിക്കൽ സ്റ്റേറ്റ് ആണ്, നമ്മുടെ ശരീരത്തിന്റെ ഒരു അവസ്ഥയാണ് അല്ലെ. അപ്പൊ അതിനെ കുറിച്ച് പറയാൻ നമുക്ക് ആം, ഈസ്, ആർ ഉപയോഗിക്കാം. ഓക്കെ, അടുത്തത് ഈ സൂപ്പ് ചൂടാണ്. എങ്ങനെ പറയാം? യെസ്, ദിസ് സൂപ്പ് ഈസ് ഹോട്ട് അല്ലെ. അപ്പൊ സൂപ്പിന്റെ ഒരു ഫിസിക്കൽ അവസ്ഥയെ കുറിച്ച്, സ്റ്റേറ്റിനെ കുറിച്ച് പറയാനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ആം, ഈസ്, ആർ ഉപയോഗിക്കുന്നത്. come in to the class my friends, come in. Yes, all right, settle down please, thank you. അടുത്തതായി നമ്മൾ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. എന്റെ കൈകൾ തണുത്തിരിക്കുന്നു. എങ്ങനെ പറയാം? വെരി ഗുഡ്, മൈ ഹാൻഡ്സ് ആർ കോൾഡ്. അപ്പൊ എന്റെ കൈയിന്റെ ഒരു അവസ്ഥ ഫിസിക്കൽ ആണല്ലോ അല്ലെ. അതിന്റെ അവസ്ഥയെ കുറിച്ച് പറയാൻ നമ്മൾ എന്ത് ഉപയോഗിച്ചു? ആം, ഈസ്, ആർ ഉപയോഗിച്ചു അല്ലെ. സോ whenever you want to talk about something like this, you have to use am, is, are. Okay, അപ്പോ മൈ ഹാൻഡ്സ് ആർ കോൾഡ്. എന്തുകൊണ്ട് ഇവിടെ ആർ ഉപയോഗിച്ചു? എന്തുകൊണ്ട് ഈസ് അല്ല? യെസ്, വെരി ഗുഡ്. രണ്ട് കൈനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. ഹാൻഡ് ആണെങ്കിൽ എന്ത് വരും? ഈസ് വരും. ഇവിടെ എസ് ഇല്ലായിരുന്നെങ്കിൽ, ഒരു കൈ ആണെങ്കിൽ ഈസ് വരും, രണ്ട് കൈ ആകുമ്പോൾ ആർ വരും. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ ക്ഷീണിതനാണ്. വെരി ഗുഡ്. ഐ ആം exhausted എന്ന് പറയാം അല്ലെ. learn a new word. what is it? exhausted അല്ലെങ്കിൽ tired. okay, ഞാൻ ക്ഷീണിതനാണ്. I am exhausted. okay, എന്റെ ബാഗ് ഭാരമുള്ളതാണ്. yes, my bag is heavy. my bag is heavy. എന്തുകൊണ്ട് നമ്മൾ ഇവിടെ ഈസ് ഉപയോഗിച്ചു? ഒറ്റൊരു ബാഗാണ്. അപ്പൊ നമ്മൾ എന്തിന്റെ ഫിസിക്കൽ സ്റ്റേറ്റിനെ കുറിച്ചാണ് പറയുന്നത്? ബാഗിന്റെ. അപ്പൊ നമ്മൾ ബാഗിന്റെ ഒരു എന്തെങ്കിലും ഒരു സാധനത്തിന്റെ ഫിസിക്കൽ സ്റ്റേറ്റിനെ കുറിച്ച് പറയാൻ നമ്മൾ എന്ത് ഉപയോഗിക്കും? ആം, ഈസ്, ആർ. പ്രസന്റ് ആണെങ്കിൽ ഉപയോഗിക്കും. പാസ്റ്റ് ആണെങ്കിൽ എന്ത് ഉപയോഗിക്കും? വാസ്, വെയർ. ദാറ്റ് വിൽ ലേൺ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഇനി ലൊക്കേഷനെ കുറിച്ച് പറയാൻ നമ്മൾ ആം, ഈസ്, ആർ ഉപയോഗിക്കും. ലൊക്കേഷൻ. ഓക്കെ, എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഓൾറൈറ്റ്. ഞാൻ ഇപ്പോൾ വീട്ടിലാണ്. I am at home now. okay, കാരണം നമ്മൾ എന്താണ് ഇപ്പൊ ഉപയോഗിച്ചത്? ആം ആണ് ഉപയോഗിച്ചത്. ഓക്കെ, നമ്മള് നമ്മുടെ ലൊക്കേഷനെ കുറിച്ച് പറയാൻ. ഓക്കെ, പുസ്തകം മേശപ്പുറത്തുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ് ജിനാൻ, വെരി ഗുഡ് റയാൻ, ഇഷാൻ, വെരി ഗുഡ്. The book is on the table. അപ്പൊ ബുക്കിന്റെ ലൊക്കേഷൻ, അത് എവിടെയാണ് ഉള്ളത് എന്ന് പറയാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിച്ചു? ഈസ് ഉപയോഗിച്ചു അല്ലെ. ഒരു ബുക്ക് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചത്? ഈസ് ഉപയോഗിച്ചത്. കുട്ടികൾ പാർക്കിലാണ്. കുട്ടികളുടെ ലൊക്കേഷനെ കുറിച്ച് പറയണം. എങ്ങനെ പറയാം? the kids അല്ലെങ്കിൽ the children. ചിൽഡ്രൻസ് എന്ന് പറയൂല, ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞില്ലേ. ചൈൽഡിന്റെ പ്ലൂറൽ ചിൽഡ്രൻ ആണ്. okay, so there are childrens, you can't say childrens. okay, unless it is something else. okay, the kids അല്ലെങ്കിൽ the children are in the park. ഞാൻ ഇപ്പോൾ പാർക്കിലാണ്. I am at the park. in the park എന്ന് പറഞ്ഞോളൂ, പ്രശ്നമില്ല. I am at the park now. എന്റെ ലൊക്കേഷൻ ആണ് ഞാൻ പറയുന്നത്. ഞാൻ എന്നെ ഒരാൾ ഫോൺ വിളിച്ച് ചോദിക്കാണ്, നീ എവിടെയാണ്? അപ്പൊ ഞാൻ ആം, ഈസ്, ആർ ഉപയോഗിക്കും അല്ലെ. ഐ ആയതുകൊണ്ട് ഞാൻ ആം ഉപയോഗിക്കുന്നു. I am at the park now. സോ നിങ്ങളുടെ ലൊക്കേഷൻ പറയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ആം, ഈസ്, ആർ ഉപയോഗിക്കാം, പ്രസന്റ് ലൊക്കേഷൻ ആണെങ്കിൽ. ഓക്കെ, ഓൾറൈറ്റ്. പൂക്കൾ ഇപ്പോൾ പൂന്തോട്ടത്തിലാണ്. yes, the flowers are in the garden now. the flowers are in the garden now. very good. ഇനി നമുക്ക് ഏജ്, ടൈം, ഡേറ്റ് ഒക്കെ പറയാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? ആം, ഈസ്, ആർ ഉപയോഗിക്കാം. പ്രസന്റ് ഏജ്, പ്രസന്റ് ടൈം, പ്രസന്റ് ഡേറ്റ് ഒക്കെ പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ലിസൺ കെയർഫുള്ളി. ദിസ് ഇസ് വെരി സിമ്പിൾ ആക്ച്വലി. ഓക്കെ, എനിക്ക് 30 വയസ്സായി. I am 30 years old.
സി ഒരുപാട് സ്റ്റുഡൻസ് എപ്പോഴും മിസ്റ്റേക്ക് വരുന്നത് എന്താ അറിയോ, ഐ ഹാവ് 30 years എന്ന് പറയും. ഓക്കെ, ഈ ഉണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് 30 വയസ്സുണ്ട് എന്നൊക്കെ പറയാറില്ല, ഇതിപ്പോ 30 വയസ്സായി എന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ ഒരിക്കലും വയസ്സ് പറയും, എന്റെ വയസ്സ് പറയും, ഞാൻ ഐ ഹാവ് 30 years എന്ന് പറയില്ല, ഐ ആം 30 years. യെസ്, ഇത് ഞാൻ 10 വർഷം മുമ്പ് ഉണ്ടാക്കിയാണ്, അതുകൊണ്ടാണ് 30. സോ നമ്മൾ വയസ്സ് പറയുമ്പോൾ എന്താണ് പറയാ, ഐ ആം 30 years. അവന്റെ വയസ്സ് പറയുമ്പോ എന്താ പറയാ, ആ he is 30 years old അല്ലെ. അവനാകുമ്പോ ഈസ് വരും, അവരാകുമ്പോൾ എന്ത് വരും, വെരി ഗുഡ്, they are 30 years. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഇപ്പോൾ സമയം 12:30. വെരി ഗുഡ്, the time is 12:30. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, സിമ്പിൾ സെന്റൻസ് സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എന്തൊക്കെയാണ്? ഒന്ന്, അതിന്റെ സബ്ജക്ട് എന്താന്ന് നോക്കണം അല്ലെ. ഇവിടുത്തെ സബ്ജക്ട് എന്താണ്? ദ ടൈം. അതിനുശേഷം ടെൻസ് പറയാം, ഈസ് അല്ലെ. വളരെ എളുപ്പമാണ്, നമ്മൾ ജസ്റ്റ് അങ്ങനെ ചിന്തിച്ചാൽ, നമ്മൾ ഒരുപാട് ചിന്തിക്കണം. വി ഡോണ്ട് ഹാവ് ടു തിങ്ക് എ ലോട്ട് അബൌട്ട് ക്രിയേറ്റിംഗ് സെന്റൻസസ്. ആദ്യം സബ്ജക്റ്റ് തേടി പിടിക്കുക, അതിനുശേഷം ടെൻസ് പറയാം. ഓക്കെ, നമുക്ക് എളുപ്പത്തിൽ സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റും. വൺസ് യു ഗെറ്റ് എ knack over it, then you will be able to make sentences very easily without even thinking about these things. Okay, എന്റെ ജന്മദിനം മാർച്ച് 2-നാണ്. My birthday is on 2nd March. Now you know when you have to gift me. Okay, all right, no need, I was just joking. My birthday, ഇവിടുത്തെ സബ്ജക്ട് എന്താണ്? ബർത്ത്ഡേ ആണ്. അപ്പൊ ഒരു ബർത്ത്ഡേനെ കുറിച്ച് പറയാൻ, ടു ടോക്ക് അബൌട്ട് ഡേറ്റ്, ഡേറ്റിനെ കുറിച്ച് പറയാൻ പ്രസന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? ആം, ഈസ്, ആർ ഉപയോഗിക്കും. ഇവിടെ ഒരു ബർത്ത്ഡേ ആണ്, എന്ത് ഉപയോഗിച്ചു? ഈസ് ഉപയോഗിച്ചു. ഓക്കെ, ഇനി ടു ടോക്ക് അബൌട്ട് ഡ്യൂട്ടി, ലീവ് ആൻഡ് വെക്കേഷൻ. എന്തിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്? ഡ്യൂട്ടി, ലീവ് ആൻഡ് വെക്കേഷൻ. അപ്പൊ ഇതിനെ കുറിച്ച് പറയാൻ നമ്മൾ ആം, ഈസ്, ആർ ഉപയോഗിക്കും. ഓക്കെ, ലെറ്റ്സ് ലുക്ക് അറ്റ് എ ഫ്യൂ എക്സാമ്പിൾസ്. ഓക്കെ, ഞാൻ ഇന്ന് ഡ്യൂട്ടിയിലാണ്. എങ്ങനെ പറയാം? I am on duty today. Okay, എല്ലാവർക്കും വരുന്ന ഒരു മിസ്റ്റേക്ക് ആണിത്. ഓക്കെ,